ഹായ്, ഇന്ന് നമുക്ക് സെക്യൂറ അല്ലെങ്കിൽ സൺവൺ എന്ന ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് എങ്ങനെയാണ് ഒരു രജിസ്റ്റർ ചെയ്യുക, എങ്ങനെയാണ് അതിൻ്റെ വർക്ക് എന്നൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതിനായി നിങ്ങൾക്ക് ആരുടെയെങ്കിലും വഴി നിങ്ങൾക്കൊരു ലിങ്ക് കിട്ടിക്കാണുമല്ലോ. അപ്പോൾ ആ ലിങ്കിൽ ആദ്യമായി എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അതിനായി നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്ത് വിട്ടു തന്നിട്ടുള്ള ലിങ്കിൽ പോവാം. ഇതുപോലെ ഇരിക്കും ആ ലിങ്ക്. ഓക്കെ, അപ്പോൾ ആ ലിങ്കിൽ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മുകളിൽ നിങ്ങളുടെ രജിസ്റ്റർ ഫോൺ നമ്പർ അതവിടെ അടിച്ചു കൊടുക്കുക. ശേഷം ഒരു പാസ്വേഡ്, 6ൽ കുറയാത്ത ഒരു പാസ്വേഡ് ആയിരിക്കണം ഇതിന് കൊടുക്കേണ്ടത്. ആ സെയിം പാസ്വേഡ് തന്നെ ഒന്നുകൂടെ അവിടെ കൊടുക്കുക. അതിനുശേഷം വെരിഫിക്കേഷൻ കോഡ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ കള്ളിയിൽ 2023 എന്നുള്ളത്. ഇതുപോലെ എന്തെങ്കിലും ഒരു നമ്പർ നിങ്ങൾക്ക് അവിടെ കാണിക്കും. ആ നമ്പർ എടുത്തിട്ട് ഇവിടെയൊക്കെ എഴുതി കൊടുക്കണം. അപ്പോൾ അപ്പോൾ ഞാൻ ഇവിടെ 2023 എന്നാണ് എനിക്കിവിടെ ഒരു നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ നമ്പർ ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ വ്യത്യസ്തമായ നമ്പറുകളായിരിക്കും വരുന്നത്. അത് ഏത് നമ്പർ ആയാലും ആ നമ്പർ ഇങ്ങോട്ട് കോപ്പി ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം സൈനപ്പ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാ രജിസ്ട്രേഷൻ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് സേവ് ചെയ്തും കൂടി കൊടുക്കാം, നിങ്ങളുടെ പാസ്വേഡ്. അപ്പോൾ നിങ്ങളവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ആ ഒരു ഭാഗം അങ്ങനെ വരും. അപ്പോൾ ഇതാ ഇങ്ങനെ അതിനുശേഷം ഇങ്ങനെ ഒരു പേജായിരിക്കും നിങ്ങൾക്ക് ഓപ്പണായി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇങ്ങനെ ഒരു പേജ് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടൊരു സംഭവം കൂടി നിങ്ങൾക്ക് ഇതിൽ വരും. അതൊന്ന് ഓക്കെ കൊടുത്ത് വിടുക. ശേഷം അപ്പോൾ നിങ്ങളിരിക്കുന്നത് ഹോം പേജിലാണ്. അതായത് ഈ ഒരു ഹോം പേജിലാണ് ഇപ്പോൾ നിങ്ങളിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം, ഹോം പേജിൽ നിന്നും ഈ മെയിനുള്ള ഭാഗത്തേക്ക് വരിക. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ 60 രൂപ ബോണസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഈ ബോണസ് കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ മെയിനിലേക്ക് നിങ്ങളോട് വരാൻ പറഞ്ഞത്. വീണ്ടും നമുക്ക് ഈ ഹോം എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരാം. ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു കാണാൻ പറ്റും, ഇവിടെ ഇൻവെസ്റ്റ് എന്നുള്ളത്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ഇവിടെ നമ്മൾ എത്ര എമൗണ്ടാണ് നമ്മൾ റീചാർജ് ചെയ്യാൻ പോകുന്നത് ആ എമൗണ്ട് അടിച്ചു കൊടുക്കാം. ഇത് സ്റ്റാർട്ടിങ് 500 മുതലുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ 1000-ൻ്റെയാണ്. 500-ൽ ചെറിയ ഇൻകമേ കിട്ടുള്ളൂ. ഞാനെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് 1000 രൂപയാണ്. 1000-ന് മുകളിലുള്ള ഓപ്ഷൻസും ഉണ്ട്. ഞാൻ ഒരിക്കലും അത് നിങ്ങളോട് പറയുന്നില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ 1000 എന്നുള്ളൊരു എമൗണ്ട് ഇവിടെ അടിച്ചു കൊടുത്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ 1 ഇങ്ങനെ കാണിക്കും ഇവിടെ. ആ ചാനൽ 1നെയും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇൻവെസ്റ്റ് ന്യൂ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇങ്ങനൊരു നിങ്ങളുടെ GPA കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ഓപ്ഷൻ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം ഞാനിവിടെ Paytm സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ ഗൂഗിൾ പേ ഉണ്ട്, Paytm ഉണ്ട്, ഫോൺ പേ ഉണ്ട്, UPI ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ QR കോഡിനെ സെലക്ട് ചെയ്ത് ഇത് കൊടുത്തിട്ട് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാം. ഇപ്പോൾ ഞാൻ തൽക്കാലം Paytm ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ Paytmലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. ഇവിടെ പേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ നമ്മുടെ ഗൂഗിൾ പേ ആയാലും ഫോൺ പേ ആയാലും നമ്മൾ അതിനൊരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ടാകും. ആ പാസ്വേഡ് അടിച്ചു കൊടുത്ത് അത് ഓപ്പൺ ചെയ്ത ശേഷം അപ്പോൾ നിങ്ങൾക്ക് ആർക്കാണോ ക്യാഷ് പോവേണ്ടത് അത് പോകും. അപ്പോൾ അതവിടെ സക്സസ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തിരിച്ചു വരും. ആ സമയത്ത് ഇവിടെ UTR എന്നൊരു ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ അവിടുന്ന് പോയിട്ട് നിങ്ങളുടെ ഏതിലാണോ നിങ്ങൾ റീചാർജ് ചെയ്തത്, ഇപ്പോൾ ഞാൻ Paytm വഴിയല്ലേ റീചാർജ് ചെയ്ത്, അപ്പോൾ Paytmൽ പോവുക. Paytmൽ പോയിട്ട് ബാലൻസ് ഹിസ്റ്ററിയിൽ പോവുക. ബാലൻസ് ഹിസ്റ്ററി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ 4/27 ചെയ്ത ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇവിടെ ഒരു UTR കോഡ് ഇതവിടെ കാണാൻ പറ്റും.
ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് UPI. ഇതിനെ നമ്മൾ കോപ്പി ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങോട്ട് എടുത്തിട്ട് നേരെ ഇപ്പുറത്ത് വന്നിട്ട് നമ്മുടെ ഇവിടെ UTR എന്നുള്ളിടത്ത് ആ ഒരു നമ്പർ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റിൽ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കാണിക്കും. അതൊന്ന് ബേക്ക് അടിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അതിന് ശേഷം നിങ്ങൾ ഒന്ന് ബേക്ക് അടിച്ച് വരുമ്പോൾ ഇങ്ങനെ വരും. അവിടെ നിന്ന് നിങ്ങൾ ഇവിടെ പോയിട്ട് പുറത്തോട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ വരിക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് വരാൻ ചാൻസ് ഉണ്ട്. അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണേ. ശേഷം നിങ്ങൾ വീണ്ടും മെയിനിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എമൗണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കയറിയപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് എത്രയായിരുന്നു? 60 രൂപ. അപ്പോൾ നിങ്ങൾ എത്രയാണ് റീചാർജ് ചെയ്തത്? 1000 രൂപ. ആ 1000ൻ്റെ 10% കൂടി നിങ്ങൾക്ക് കിട്ടി. 100 രൂപയും കൂടി അതിൽ കൂടി. അങ്ങനെ 1160 രൂപ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റീചാർജിൻ്റെ ഒരു ഓപ്ഷൻ, റീചാർജ് ചെയ്യുന്ന ഭാഗം. ശേഷം നമ്മൾ വർക്കാണ് ചെയ്യാൻ പോകുന്നത്. ഈ വർക്ക് എന്ന് പറയുന്നത് ഡെയിലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിനായി നമുക്കിവിടെ ഹോമിലോട്ട് വരണം. ഹോമിലോട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും 500 മുതൽ 10,000 വരെ. മിനിമം എമൗണ്ട് 500, മാക്സിമം എമൗണ്ട് 10,000. അപ്പോൾ ഇതിലാണ് ഇവിടെ നിങ്ങളിപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരാളാവുമ്പോൾ, പുതുതായി രജിസ്റ്റർ ചെയ്ത ആളും നിങ്ങളുടെ കീഴിൽ ആരും ഇല്ലെങ്കിൽ നിങ്ങളുടെ ലെവൽ എന്ന് പറയുന്നത് V1 ആയിരിക്കും. നിങ്ങളുടെ താഴേക്ക് വരുമ്പോൾ, നിങ്ങളുടെ താഴെ ഒരു 3 ആൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് V1 എന്നുള്ള ഓപ്ഷൻ വരും. ആ ഒരു സ്റ്റേജിലെത്തും നിങ്ങൾ. ആ V1 സ്റ്റേജിൽ എത്തുമ്പോൾ നിങ്ങൾ 1000 മുതൽ 30,000 എന്നുള്ള ഈ ഒരു ഇതിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ ഓരോ സ്റ്റേജും മാറ്റമുണ്ട്. V2 നിങ്ങളുടെ താഴെ 6 ആൾ വരുമ്പോൾ നിങ്ങൾ V2ലെത്തും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു 3000ൻ്റെ അടുത്ത് എമൗണ്ട് ഉണ്ടാവും. അവിടെയാണ്. അപ്പോൾ ആ എമൗണ്ട് എടുത്ത് നിങ്ങൾ ഇവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ എമൗണ്ട് നിങ്ങളുടെ സ്റ്റേജ് മാറുന്നതിനനുസരിച്ച് ഇപ്പോൾ V3 ഉണ്ട്. അങ്ങനെ ഓരോ സ്റ്റേജ് മാറി വരുന്നതിനനുസരിച്ചാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് V0ലാണ്. അപ്പോൾ നമ്മളിപ്പോൾ V0ലാണ് എന്ത് ചെയ്യേണ്ടത്? ഇൻവെസ്റ്റ് ചെയ്യണം. അതിനായി എന്ത് ചെയ്യണം? ഈ 500 മുതൽ 10,000 എന്നതിൻ്റെ താഴെ കാണുന്ന ഇൻവെസ്റ്റ് നോ, അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് തരും. ചെക്ക് യുവർ ഓർഡർ. അവിടെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എമൗണ്ട്, നിങ്ങളുടെ കയ്യിലിപ്പോൾ ഉള്ള എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. 1160 അല്ല. ഇനി ഇവിടെ നിങ്ങൾക്കിവിടെ ചോദിക്കുന്നുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എന്നുള്ളത്. അങ്ങനെ ചോദിക്കുന്നതിനടുത്ത് എന്താ പറയുന്നത്? എൻ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട്. അപ്പോൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കീബോർഡ് ഇവിടെ ഓപ്പൺ ആയി വരും. ആ കീബോർഡിൽ നമ്മുടെ ഇവിടെയുള്ള എമൗണ്ട് ഉണ്ടല്ലോ, ഈ എമൗണ്ട് എന്ത് ചെയ്യുക? ഇവിടെ അടിച്ചു കൊടുക്കുക. അതായത് 1160. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത ശേഷം നമ്മുടെ ഇവിടെ കൺഫേം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ കൺഫേമിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വീണ്ടും ഇവിടെ ചോദിക്കുന്നുണ്ട് കൺഫേം ചെയ്യട്ടെ അതോ ക്യാൻസൽ ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ കൺഫേമിൽ കൊടുക്കുക. അതോടുകൂടി നിങ്ങളുടെ ഇന്നത്തെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ എന്താണ് ഇവിടെ കാണിക്കുന്നത്? മൈ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ 1160 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്കിപ്പോൾ എക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നതാണ് 29 രൂപ. അപ്പോൾ നിങ്ങൾക്ക് ഈ 1160 കൂടി 29 രൂപയും കൂടിയിട്ട് രാത്രി 12 മണിൻ്റെയും 12:05 ഉള്ളിലായിട്ട് ഇവിടെ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് എന്ന് കാണിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഈ എമൗണ്ട് ഇവിടെ കയറിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ കാണിക്കും. അതുപോലെ നമ്മുടെ മെയിനിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 0 ആണല്ലോ. ഇവിടെ നിങ്ങൾക്ക് പിറ്റേ ദിവസം 1189 രൂപയാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പിറ്റേ ദിവസം പകൽ 9 മണിക്കും രാത്രി 11 മണിൻ്റെ ഉള്ളിൽ അതേപോലെ സെയിം നമ്മളിപ്പോൾ ചെയ്ത ആ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതായത് 500ൻ്റെ 10ൻ്റെ ഇടയിലുള്ള ഈ ഇൻവെസ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് പിറ്റേ ദിവസം വന്ന എമൗണ്ട് വീണ്ടും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുക.
ഇതിങ്ങനെ റിപ്പീറ്റ് അടിച്ചും കൊണ്ടിരിക്കുക. ഡെയിലി ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ. ഓക്കെ, ഇപ്പം നിങ്ങൾ ചോദിക്കും ഇവിടെ 0 ആണല്ലോ കാണിക്കുന്നത്, എന്നാൽ അതിൻ്റെ എമൗണ്ട് എവിടെ പോയി എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? അതിനായി ഇവിടെ നിങ്ങൾക്ക് വന്ന ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഓർഡർ ലിസ്റ്റ്, ഈ ഓർഡർ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നേരത്തെ പേ ചെയ്ത് വിട്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടും അതിൻ്റെ എക്സ്പെക്റ്റഡ് എമൗണ്ടും എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ബാക്കോട്ട് വരാം. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ വിഡ്രോവൽ എമൗണ്ട് റെഡി, ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡോളർ പോലെ ചിഹ്നമുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് 3 പേരൊക്കെ ആഴി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കോഡ് തരും. 3 പേര് നിങ്ങളുടെ താഴെ വന്നാൽ നിങ്ങൾക്കൊരു കോഡ് തരും. അവർ കസ്റ്റമർ കെയറിൽ ഒരു കോഡ് തരും. ആ കോഡ് അവിടെ നിന്ന് പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തേക്ക് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് കൂപ്പൺ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു 500 രൂപ, 3 ആളെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് തരുന്നൊരു കോഡാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു 500 രൂപയാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അതുപോലെ എല്ലാ സൺഡേ, എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിൻ്റെ 9 മണിൻ്റെ ഉള്ളിലായിട്ടൊരു നമ്മുടെ ഗ്രൂപ്പിലായിട്ടൊരു കോഡ് തരുന്നുണ്ട്. ആ കോഡ് എല്ലാവർക്കും ഉണ്ടാകുന്ന കോഡാണ്. അപ്പോൾ അത് 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് ക്യാഷ് കൂപ്പൺ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ടുള്ള ക്യാഷ് പ്രൈസ് അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ അതുപോലെ ഇവിടെ നിങ്ങൾക്ക് പാസ്വേഡ് ചേഞ്ച് ആക്കണമെങ്കിൽ പാസ്വേഡ് ചേഞ്ച് ആക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. വിഡ്രോവൽ ഹിസ്റ്ററി, എമൗണ്ട് റെക്കോർഡ്, ഇപ്പോൾ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെല്ലാം ചെയ്തെന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് കയറിയപ്പോൾ എന്ത് ചെയ്ത് 60 രൂപ കിട്ടി. നിങ്ങൾ എത്ര രൂപ റീചാർജ് ചെയ്ത്? 1000 രൂപ. നിങ്ങൾക്ക് 1000 രൂപ റീചാർജ് ചെയ്തപ്പോൾ ഒരു 100 രൂപയും കൂടി കമ്പനി തന്ന്, അതായത് നിങ്ങൾ 1000 രൂപയ്ക്ക് 10% നിങ്ങൾക്ക് കിട്ടി. വീണ്ടും നിങ്ങൾ ആ എമൗണ്ട് മൈനസ് എന്ന് കാണിക്കുന്നുണ്ട്, അതായത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അത് കയറി വരുന്ന സമയത്ത് ഇതിന് മുകളിലോട്ട് അത് ഓപ്ഷൻ ഇങ്ങനെ കയറി വരും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇവിടെ വിഡ്രോവൽ അക്കൗണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ മനസ്സിലായോ? ഇവിടെയാണ് നമ്മൾ വിഡ്രോവിൻ്റെ ഇത് കൊടുക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇവിടെ ലിങ്ക് ന്യൂ ബാങ്ക് കാർഡ് എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ ലാസ്റ്റ് നെയിം, അതുപോലെ നിങ്ങളുടെ ബാങ്കിൻ്റെ IFSC കോഡ്, അക്കൗണ്ട് നമ്പർ ഇവിടെ അത് നേരത്തെ നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്യുമ്പോൾ കണ്ട അതേപോലെ നീണ്ടില്ല. ഇവിടെ ഒരു സംഖ്യ വന്നിട്ടുണ്ട്, ആ സംഖ്യ ഇവിടെ അടിച്ചു കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇവിടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്നില്ല. നിങ്ങൾ ഇത്രയും ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ പേര്, IFSC കോഡ്, അക്കൗണ്ട് നമ്പർ ഇവിടെ തന്നിട്ടുള്ള ഈ വെരിഫിക്കേഷൻ കൂടി ഇങ്ങോട്ട് കൊടുക്കുക. അതവിടെ ഇത് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ വിഡ്രോ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാം. അവിടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ ബ്ലാക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പോഴത്തെ ബ്ലാക്കിൽ വിഡ്രോ മണി അവിടെ കൊടുത്തിട്ട്, അവിടെ നമ്മളിത് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാത്തത് കൊണ്ട് നേരെ ബാങ്കിൻ്റെ കാര്യങ്ങൾ കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളങ്ങനെ കൊടുക്കുമ്പോൾ അവിടെ നമ്മളെ ബാങ്ക് അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി വരും. പിന്നെ നമ്മുടെ പേയ്മെൻറ്റ് കൊടുക്കുക, വിഡ്രോ മണി എത്രയാണോ അത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വിഡ്രോവലും സക്സസ് ആയി കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ഒരാളെ ചേർത്തണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതാണ് നിങ്ങൾ ജോയിൻ ചെയ്ത ശേഷം നിങ്ങൾക്കുണ്ടാകുന്നൊരു ലിങ്കാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ ചേർത്താൻ വേണ്ടിയിട്ടുള്ള. ഈ ലിങ്ക് ഇതേപോലെ ഇവിടുന്ന് കോപ്പി ചെയ്യുക. നിങ്ങൾ ആർക്കാണോ നിങ്ങളുടെ സുഹൃത്തിന് ആർക്കെങ്കിലും അയച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവർക്ക് നിങ്ങൾ അവരുടെ വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ എങ്ങനെയെങ്കിലും നിങ്ങൾ അത് പേസ്റ്റ് ചെയ്ത് അയച്ചു കൊടുക്കുക. അപ്പോൾ അവരും ഇതേപോലെ നേരത്തെ ഞാൻ കാണിച്ചതുപോലെ രജിസ്റ്റർ ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ അവർക്കും ഇതുപോലെ ഒരു പേജ് കിട്ടും. അവരും ഇതേപോലെ കണ്ടിന്യൂ ചെയ്ത് പോവാം. ഇനി നമുക്ക് ഹോമിലോട്ട് വരാം. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്കുള്ള ഒരുപാട് ഓപ്ഷൻ, അതായത് നിങ്ങളുടെ താഴെ 3 പേരും ആ 3 പേരും അവർ 3 പേരും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീക്കിലി സാലറി സ്റ്റാർട്ട് ചെയ്യും.
ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് ഇവിടെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. V1 നിങ്ങൾ V1 നിങ്ങൾ കൊണ്ടുവന്ന ആ 3 പേരും അവർ 3 പേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീക്കിലി സാലറി 300 രൂപ. അതുപോലെ ഇങ്ങനെ ഓരോ സ്റ്റേജ് ഉണ്ട്. ഇവിടെ വന്ന് നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഡീറ്റെയിൽസും മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സംവണ്ട് മാനേജർ ഉണ്ട്. മാനേജറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വാട്സപ്പിൽ കസ്റ്റമർ സർവീസ് ഉണ്ട്, അതുപോലെ ടെലഗ്രാമിലും കസ്റ്റമർ സർവീസ് ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിലുള്ള കസ്റ്റമർ സർവീസിന് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഒരു മാനേജർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരുന്ന സമയത്ത് അവരുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിലെ വിശേഷങ്ങൾ. അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്നതും റീചാർജ് ചെയ്യുന്നതും രജിസ്റ്റർ ചെയ്യുന്നതൊക്കെ. അതുപോലെ നിങ്ങൾ V1 അതായത് നിങ്ങൾ 3 പേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ V0 എന്നുള്ളിടത്ത് V1 ആവും. അതുപോലെ നിങ്ങൾ 6 പേരെ കൊണ്ടുവരുമ്പോൾ V2 ആവും. പിന്നെ നിങ്ങളുടെ താഴെ 12 പേരാകുമ്പോൾ V3. അങ്ങനെ നിങ്ങളുടെ സ്റ്റേജ് മാറി മാറി വരും. ഇവിടെ T എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ താഴെ 3 പേര് അവർ 3 പേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ T1 എന്ന ലെവലിലേക്ക് എത്തും. അപ്പോഴാണ് നിങ്ങൾ വീക്കിലി സാലറി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബേസിക്കലായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതായത് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആപ്പ് ഡൗൺലോഡ്, ഇതിൻ്റെ ആപ്പ് വേണമെന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും നിങ്ങൾ അതിൻ്റെ ആപ്പ് ഉണ്ടാകുന്നത്. ഇതാണ് അതിൻ്റെ ആപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പം നിങ്ങൾ ആ ഒരു കാര്യം കൂടി പറയും. നിങ്ങൾ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ 0 തന്നെ ആയിരിക്കും കാണിക്കുക. അതേ എമൗണ്ട് തന്നെയല്ല വീണ്ടും നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ 0 തന്നെ കാണിക്കും. രാത്രി 12:05 ഉള്ളിൽ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എമൗണ്ട് ഇവിടെ കയറിയിട്ടുണ്ടാവും. അതുപോലെ ഓർഡർ ലിസ്റ്റിൽ പോയി കഴിയുമ്പോൾ കംപ്ലീറ്റ് എന്ന് കാണിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് പുതിയ ന്യൂ ജോയിനിങ്ങിൻ്റെ ഇതിലുള്ളതാണ്. ഇപ്പോൾ ഞാനത് വേറെ ഒരാളുടെയാണ് രജിസ്റ്റർ ചെയ്തും കാണിച്ചു തന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് കയറി കാണിക്കാം. ഓക്കെ, ഇതാണ് കേട്ടോ എൻ്റെ അക്കൗണ്ട്. ഇപ്പം ഞാൻ V3 ലെവലിലാണ് ഇരിക്കുന്നത്. ഇനി ടി ഒന്നും ആയില്ല. ഇപ്പോൾ എൻ്റെ എമൗണ്ട് ഇവിടെ ഞാനിത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ റെഫർ ലിങ്ക്. അതുപോലെ ഞാൻ നേരത്തെ കാണിച്ച ഞാനിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങളും അതായത് ഓർഡർ ലിസ്റ്റ് എന്നുള്ളിടത്ത് പോയി കഴിയുമ്പോൾ എൻ്റെ ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഇത് കണ്ടോ, ഞാൻ ഫസ്റ്റത്തെ ദിവസം കയറി അന്ന് തന്നെ എൻ്റെ താഴെ ഒരാൾ വന്നു. അപ്പോൾ അവരുടെ കമ്മീഷനുകളും കിട്ടിയിട്ട് ഞാനത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ 1960 രൂപ ഉണ്ടായിരുന്നു. ആ 60 രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് 49 രൂപ കിട്ടി. അത് കംപ്ലീറ്റ് ആയപ്പോൾ വീണ്ടും ഇവിടെ ടോട്ടൽ ഇൻകം എന്നുള്ളിടത്ത് കയറും. അങ്ങനെ എനിക്ക് എമൗണ്ട് കംപ്ലീറ്റ് ആയി. അപ്പോൾ അത് രാത്രി 12 മണിക്ക് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഗ്രീൻ കളറിൽ വർക്ക് കംപ്ലീറ്റഡ് വർക്ക് എന്ന് കാണിക്കും. ഓക്കെ, അതുപോലെ എനിക്ക് പിറ്റേ ദിവസത്തേക്ക് 3 പേരാവുകയും ചെയ്ത് അവരുടെ കമ്മീഷനും അതുപോലെ എൻ്റെ കമ്മീഷനെല്ലാം കയറിയതിന് ശേഷം 3726 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 111 രൂപ അന്ന് കിട്ടിയത്. 111.78 രൂപ അതിവിടെ കംപ്ലീറ്റ് ആയി. അങ്ങനെ എൻ്റെ എമൗണ്ട് കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ 4 ദിവസമായിട്ടേ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ്റെ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞിട്ട് 552 രൂപ. ഓക്കെ, അതുപോലെ ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോറി, ഞാൻ നേരത്തെ പറഞ്ഞ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ കാണുന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ വിഡ്രോവിൽ
നിങ്ങൾക്ക് ഇത് രണ്ടാമത്തെ, അതായത് ഇവിടെ ഫസ്റ്റ് ലെവലിലല്ല, സെക്കൻഡ് ലെവലിൽ ഈ സൈഡിൽ നിങ്ങൾക്ക് വിഡ്രോ ഹിസ്റ്ററി എന്ന് കാണാൻ പറ്റും. ഇപ്പം ഞാൻ ഇവിടെ ഒരു 1087 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഒരു 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ സക്സസ് ആയി കിട്ടി. ഓക്കെ, ഞാൻ ഒരു പ്രാവശ്യം വിഡ്രോ ചെയ്തിട്ടുള്ളൂ. അത് കറക്റ്റായിട്ട് തന്നെ കയറിയിട്ടുണ്ട് എനിക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സെക്യൂര അല്ലാന്നുണ്ടെങ്കിൽ Sun1ൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.